യഥാവദ്ഭാഷിതം വാക്യം ശ്രുത്വാ രാമോ ഹനൂമതഃ ഉവാചാനന്തരം വാക്യം ഹർഷേണ മഹതാവൃതഃ. ലങ്കയിൽ പ്രവേശിച്ച് നടത്തിയ പരാക്രമസൂചക പ്രവൃത്തികളെ പരമാർത്ഥമായി പറഞ്ഞ ഹനുമാന്റെ വാക്ക് കേട്ടപ്പോൾ ശ്രീരാമഹൃദയത്തിൽ പരമസന്തോഷം നിറഞ്ഞു. ഹനുമാന്റെ കർമ്മകുശലതയും സീതയുടെ വൃത്താന്തവും അറിഞ്ഞതാണ് രാമസന്തോഷ കാരണം. യുദ്ധകാന്ഡം. ഹനുമാന്റെ മുഖത്തുനിന്ന് സീതാവൃത്താന്തത്തെ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനും മറ്റു വാനരശ്രേഷ്ഠന്മാരും അനന്തരകരണീയത്തെക്കുറിച്ച് ചിന്താമഗ്നരായി. മഹാപ്രതാപശാലിയും ശക്തനുമായ രാവണന്റെ അഗമ്യമായ കോട്ടയ്ക്കുള്ളിൽ സീതയുണ്ടെന്നറിഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ചപലന്മാരായ വാനരന്മാരെയും കൂട്ടി അവിടെ എത്തിച്ചേരുക എന്നത് തന്നെ വിഷമം. 100 യോജന വിസ്താരമുള്ള മഹാഭയങ്കരമായ സമുദ്രം കടന്നു വേണം അവിടെ എത്താൻ. എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേർന്നുവെന്നിരിക്കട്ടെ, അതുകൊണ്ടും എന്തു പ്രയോജനം? ബലവാന്മാരായ രാക്ഷസന്മാരെയോ രാക്ഷസ ചക്രവർത്തിയായ രാവണനെയോ ആർക്ക് ജയിക്കാൻ കഴിയും? ലങ്കയിൽ എത്തിച്ചേർന്നാൽ രാക്ഷസന്മാരെ കൊണ്ട് വാനരന്മാരെ കൊല്ലിക്കാമെന്നല്ലാതെ എന്തു പ്രയോജനം? അതിനാൽ സീത ലങ്കയിലുണ്ടെന്നറിഞ്ഞതുകൊണ്ടും വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. ആഞ്ജനേയന്റെ സമുദ്രലംഘനാദി സാഹസം പോലും വെറുതെയായിത്തീർന്നു എന്ന് പറയണം. ഇങ്ങനെ പലതും ചിന്തിച്ച് എന്ത് ചെയ്യേണ്ടുവെന്നറിയാതെ എല്ലാവരും നിരാശരായിരുന്നപ്പോൾ ഹനുമാനും സുഗ്രീവനും കൂടി ധീരവാക്യങ്ങളെക്കൊണ്ട് അവരെ എല്ലാവരെയും ഉത്ബുദ്ധന്മാരും ഉത്സാഹഭരിതന്മാരുമാക്കി. ലങ്കയിലുള്ള രാക്ഷസ സൈന്യത്തിന്റെ 1/4 പ്രബലന്മാരായ ചില രാക്ഷസ പ്രമാണികളെയും ഹനുമാൻ ഒറ്റയ്ക്ക് തന്നെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥിതിക്ക് സംഖ്യയറ്റ വാനരസേന ലങ്കയിൽ കടന്നാൽ പിന്നത്തെ സ്ഥിതി എന്താണ്? നിമിഷനേരം കൊണ്ട് രാക്ഷസന്മാരെയും രാവണനെയും കൊന്ന് ലങ്ക പിടിച്ചടക്കി സീതാദേവിയെയും കൊണ്ട് മടങ്ങാം. പിന്നെ സമുദ്രം കടക്കുന്ന വിഷയത്തിലും പരിഭ്രമിക്കാനില്ല. ഒരു ഉപായം കൊണ്ടും സാധിക്കാത്ത പക്ഷം വീരന്മാരും ധീരന്മാരുമായ വാനരശ്രേഷ്ഠന്മാർ മറ്റുള്ളവരെ ചുമലിലെടുത്തു ചാടി അക്കരെ പറ്റും. അതിനാൽ ഒന്നുകൊണ്ടും നിരാശപ്പെടാതെ ഉത്സാഹത്തോടുകൂടി വേഗത്തിൽ ലങ്കയിലേക്ക് യുദ്ധത്തിന് പുറപ്പെടുകയാണ് വേണ്ടത് എന്നൊക്കെയാണ് സുഗ്രീവന്റെയും മറ്റും ധീരവചനങ്ങൾ. വാനരശ്രേഷ്ഠന്മാരുടെ ഉത്സാഹവും ധൈര്യവും കണ്ടപ്പോൾ ഭഗവാൻ സന്തോഷമായി. അപ്പോൾ തന്നെ ലങ്കയിലേക്ക് പുറപ്പെടാൻ കൽപ്പന കൊടുത്തു. എണ്ണമില്ലാത്ത വമ്പിച്ച വാനരസേനയും സേനാനായകന്മാരും ശ്രീരാമലക്ഷ്മണന്മാരും സുഗ്രീവാദികളും എല്ലാവരും ലങ്കയിലേക്ക് യാത്രയായി. ഈ സമയത്ത് ലങ്കയിലും ചില കോലാഹലങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സീതാദേവിയെ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ ആപ്തന്മാരായ പലരും മഹാരാജാവിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രവൃത്തി തെറ്റായിപ്പോയി. ഇത് കാരണത്താൽ പല ആപത്തുകളും വന്നു ചേരാം. അതുകൊണ്ട് കഴിയും വേഗത്തിൽ സീതാദേവിയെ മടക്കിക്കൊടുത്ത് ശ്രീരാമനുമായി സന്ധി ചെയ്യുകയാണ് നല്ലതെന്ന്. പക്ഷേ പ്രതാപശാലിയായ രാക്ഷസ ചക്രവർത്തി ഉണ്ടോ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് വഴങ്ങാൻ പോകുന്നു? അതിനുശേഷം ഓരോ ദിവസവും എന്നോണം പല അനിഷ്ടങ്ങളും രാവണന് പ്രത്യേകമായും രാക്ഷസ വംശത്തിന് പൊതുവായും സംഭവിച്ചുകൊണ്ടിരുന്നു. മഹാരാജാവിന്റെ നീചമായ അധർമ്മത്തിന്റെ ഫലമാണ് ഇത്തരം അനുഭവങ്ങളെന്ന് ധാർമ്മികന്മാർ പറയാൻ തുടങ്ങി. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ഒരു വാനരന്റെ വരവുണ്ടായത്. അവൻ എന്തെല്ലാം അനർത്ഥങ്ങളാണ് വരുത്തി തീർത്തത് എന്നതിന് കണക്കില്ല. അനേകം പ്രബലന്മാരായ രാക്ഷസന്മാരെ കൊന്നു. ചക്രവർത്തിയെ പ്രത്യക്ഷത്തിൽ അപമാനിച്ചു. അവസാനം പട്ടണം മുഴുവൻ ചുട്ടുമുടിച്ചാണ് അവൻ പോയത്. ത്രൈലോക്യം മുഴുവൻ ജയിച്ച രാവണന്റെ എല്ലാ ശക്തികളുടെയും മധ്യത്തിൽ വെച്ച് ഒരു വെറും വാനരന് ഇത്രമാത്രം പരാക്രമം കാണിക്കാറാവണമെങ്കിൽ എത്രത്തോളം ജ്യേഷ്ഠ ബാധിച്ചു ലങ്കയിൽ? ഇതൊക്കെ കണ്ടും അനുഭവിച്ചും വന്ന ധാർമ്മികന്മാരായ രാക്ഷസന്മാർ പലരും പല പ്രകാരത്തിൽ രാവണനെ ഉപദേശിച്ചു നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ടായില്ല. ശ്രീരാമൻ സൈന്യത്തോടുകൂടി ഉടനെ യുദ്ധത്തിന് വരുമെന്ന് കേട്ടപ്പോൾ രാക്ഷസ വംശം തന്നെ നശിക്കാനിടയായിത്തീരുമെന്നും പറയാൻ തുടങ്ങി ജനങ്ങൾ. ഭയം, ഭയം, സർവത്ര ഭയം. ലങ്കയിലെ രാക്ഷസ ജനതയുടെ പൊതുജീവിതത്തെ ഒട്ടാകെ പിടിച്ചുകുലുക്കി പ്രാണഭയം. ഇന്നോ നാളെയോ രാമനും വാനരന്മാരും വരുമെന്നും
രാക്ഷസ സമുദായം മുഴുവൻ തന്നെയും കൊല്ലപ്പെടുമെന്നും തങ്ങൾ കേവലം അശരണരായി കഴിഞ്ഞുവെന്നുമുള്ള ഭീതി സകല ജനങ്ങളുടെയും ഹൃദയത്തിൽ ആളിക്കത്താൻ തുടങ്ങി. അറിഞ്ഞും അറിയാതെയും ഇഷ്ടം പോലെ പലതും പറഞ്ഞു പരത്തുന്നവരുടെ നാനാവിധങ്ങളായ അഭിപ്രായങ്ങളെ കേട്ട് ചക്രവർത്തിക്കും ആകപ്പാടെ തലപുകയാൻ തുടങ്ങി. യുദ്ധം വേണ്ടിവരുമെന്ന് രാവണനും തീർച്ചപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ ഒരുക്കി തയ്യാറാവുന്നതാണല്ലോ ബുദ്ധിപൂർവകമായ പ്രവൃത്തി. അതിനാൽ രാവണൻ ആര് പറഞ്ഞാലും കേൾക്കാതെ തന്റെ സ്വന്തം അഭിപ്രായപ്രകാരം യുദ്ധകാര്യങ്ങളെ ആലോചിക്കാനുള്ള സഭ വിളിച്ചുകൂട്ടി. കാര്യങ്ങൾ ഓരോന്നും ആലോചിക്കാൻ തുടങ്ങി. തീർപ്പ് ചെയ്യാൻ എളുപ്പത്തിൽ സാധ്യമല്ല. വൃദ്ധന്മാരും യുവാക്കളും ധാർമ്മികന്മാരും അധാർമികന്മാരും ധീരന്മാരും ഭീരുക്കളും പലരുമുണ്ട് സഭയിൽ. അവർക്കോരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ഏറ്റവും പ്രിയപ്പെട്ട 2 അനുജന്മാരുണ്ട് രാവണ ചക്രവർത്തിക്ക്, കുംഭകർണനും വിഭീഷണനും. അവർ ബലവാന്മാരും ബുദ്ധിശാലികളുമാണ് താനും. എന്നിരുന്നാലും അവർക്കും അഭിപ്രായങ്ങളിൽ പല വ്യത്യാസങ്ങളും അകൽച്ചയുമുണ്ട്. ആകപ്പാടെ മഹാരാജാവിന്റെ അഭിപ്രായങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരാളുമില്ലെന്ന് കണ്ടു സഭയിൽ. രാവണന് ക്രോധാഗ്നി ആളിക്കത്തി. യുദ്ധകാര്യാലോചന സഭയൊക്കെ പിരിച്ചുവിട്ട് എല്ലാവരെയും ആട്ടി ഓടിച്ചു. കാര്യാലോചനയും അതിനൊരു സഭയും ചില വൃദ്ധന്മാരുടെ മുരടിച്ച അഭിപ്രായങ്ങളും ഒന്നും ആവശ്യമേയില്ലെന്നും തീർച്ചപ്പെടുത്തി. തന്റെ ആജ്ഞയ്ക്കനുസരിച്ച് എല്ലാവരും പ്രവർത്തിച്ചുകൊള്ളണമെന്ന് കൽപ്പിച്ചു. യുദ്ധം വേണമെന്നും രാമനെയും സകല വാനരന്മാരെയും കൊന്നൊടുക്കണമെന്നും അതിനെല്ലാ സൈന്യങ്ങളും തയ്യാറായിരുന്നു കൊള്ളണമെന്നും കൽപ്പിക്കുകയും ചെയ്തു. രാമലക്ഷ്മണന്മാരും വാനര സൈന്യങ്ങളും ത്വരിതഗമനം ചെയ്ത് സമുദ്രക്കരയിലെത്തിക്കഴിഞ്ഞു. ജലഭൂതത്തിന്റെ അധിദേവതയായ വരുണദേവനെ സന്തോഷിപ്പിച്ചു സമുദ്രത്തിൽ ചിറകെട്ടി അക്കരയ്ക്ക് നടന്നു പോവാനുള്ള അനുവാദം വാങ്ങി. അനന്തരം സേതുബന്ധനത്തിനുള്ള ശ്രമമായി. വളരെ വിദൂരത്തിൽ നിന്ന് വലിയ വലിയ കല്ലുകളും മരങ്ങളും മലകളുമൊക്കെ പുഴയ്ക്ക് വലിച്ചുകൊണ്ടുവരാൻ തുടങ്ങി കുറെ വാനരന്മാർ. വാനരസേനയിലെ ശില്പിജേതാവായ നളനെന്ന വാനരശ്രേഷ്ഠന്റെ മേൽനോട്ടത്തിൻ കീഴിൽ പടുക്കാൻ തുടങ്ങി. സകല വാനരന്മാരും ഉത്സാഹത്തോടും ജാഗ്രതയോടും കൂടി പ്രവർത്തിച്ചതിന്റെ ഫലമായി ചുരുങ്ങിയ ദിവസങ്ങളെക്കൊണ്ടുതന്നെ സമുദ്രത്തെ ഭയപ്പെടാതെ അങ്ങേ കരവരെ നടന്നു പോകാവുന്ന ഉറപ്പുള്ള ഒരു സേതു ബന്ധിക്കപ്പെട്ടു. അതിനിടയിൽ രസകരമായൊരു കാര്യമുണ്ടായി. രാവണന് ഒരു നർമ്മ സജീവനുണ്ട്. ശുഗൻ എന്നാണ് പേര്. ആളൊരു ഭീരുവും വിഡ്ഢിയുമാണ്. ഒരു ദിവസം രാവണൻ അയാളെ വിളിച്ചു. വാനര ചക്രവർത്തിയായ സുഗ്രീവനോട് തന്റെ ഒരു സന്ദേശം അറിയിച്ചു വരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. രാവണനറിയാം അയാൾ ഭീരുവാണ്. അതിനാൽ ശത്രുസൈന്യങ്ങളുടെ പാളയത്തിൽ പോയി സന്ദേശമറിയിക്കാൻ ഭയമുണ്ടാവുമെന്ന്. അതുകൊണ്ടാണ് സാധിക്കുമോ എന്ന് ചോദിച്ചത്. ശുഗന് ശത്രുസൈന്യങ്ങളുടെ ഇടയിലേക്ക് പോകേണ്ട വർത്തമാനം കേട്ടപ്പോൾ തന്നെ ഭയമായി. എങ്കിലും അഭിമാനം രക്ഷിക്കാൻ വേണ്ടി പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ സന്ദേശവും പറഞ്ഞുകൊടുത്ത് പോയി വരാൻ പറഞ്ഞു. ശുഗൻ ധൈര്യത്തോടെ രാജധാനിയിൽ നിന്ന് പുറത്തു കടന്നുവെങ്കിലും മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പിലും ഭയപ്പെട്ട് വിറയ്ക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു യുക്തി തോന്നി. ഭൂമിയിൽ കൂടെ വേണ്ട, ആകാശത്തുകൂടി പോയി ആകാശത്തുനിന്ന് തന്നെ സന്ദേശം അറിയിച്ചു മടങ്ങാമെന്ന്. കുരങ്ങന്മാർക്ക് ആകാശത്തേക്ക് വരാൻ വയ്യല്ലോ. അതിനാൽ തനിക്ക് ആപത്തൊന്നും പറ്റാൻ വഴിയില്ലെന്ന് സമാധാനിച്ച് ധൈര്യത്തോടെ തന്റെ യോഗശക്തിയെ ഉപയോഗിച്ച് ആകാശത്തുകൂടി മുന്നോട്ട് നീങ്ങി വാനരപ്പാളയത്തിന്റെ ഉപരിമണ്ഡലത്തിൽ നിന്ന് സുഗ്രീവനെ വിളിച്ച് രാവണന്റെ സന്ദേശവാക്യങ്ങളെ ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. അത് കേൾക്കേണ്ട താമസം കുട്ടിക്കുരങ്ങന്മാരിൽ ചിലർ മേലോട്ട് ചാടി ശുഗനെ പിടികൂടി പിടിച്ചു വലിച്ച് താഴോട്ട് കൊണ്ടുവന്ന് അവർ തലയ്ക്ക് 4 ഇടി കൊടുത്തു. ഭീരുവായ ശുഗൻ വാനരന്മാർ പിടിച്ചപ്പോഴേക്ക് തന്നെ അർദ്ധപ്രാണനായി. ഇടികിട്ടിയപ്പോൾ പ്രാണഭയം കൊണ്ടും വേദന കൊണ്ടും ആർത്തനായി ഉറക്കെ ഭഗവാനെ വിളിച്ച് നിലവിളിക്കാൻ തുടങ്ങി. നിലവിളി കേട്ട് ഭഗവാൻ കുരങ്ങന്മാരുടെ പിടിയിൽ നിന്ന് ശുഗനെ രക്ഷിച്ച് തന്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തി. രാവണന്റെ ഒരു അനുജനായ വിഭീഷണനും വാനരപ്പാളയത്തിൽ ശ്രീരാമസന്നിധിയിൽ എത്തിപ്പെട്ടു. അത് പക്ഷേ ശുഗന്റെ മാതിരിയല്ല. യുദ്ധകാര്യാലോചനാ സഭയിൽ പലരെയും രാവണൻ ആട്ടി ഓടിച്ച കൂട്ടത്തിൽ വിഭീഷണനെ കുറെ അധികം ആക്ഷേപിച്ചാണ് പുറത്തേക്ക് ഓടിച്ചത്. അതിന് കാരണവുമുണ്ടായി. വിഭീഷണന്റെ അഭിപ്രായ പ്രകടനം ചക്രവർത്തിയെ കുറെ അധികം അരിശം കൊള്ളിച്ചു. ആദ്യം തന്നെ വിഭീഷണൻ ശത്രുവായ ശ്രീരാമചന്ദ്രന്റെ ഗുണമഹിമകളെ വാഴ്ത്തുകയും
ബന്ധുവായ രാവണന്റെ ദോഷങ്ങളെ നീചമാകും വണ്ണം ആക്ഷേപിക്കുകയുമാണ് ചെയ്തത്. അനന്തരം യുദ്ധമേ ആവശ്യമില്ലെന്നും ശത്രുവായ ശ്രീരാമചന്ദ്രങ്കൽ ശത്രുബുദ്ധിയെ ഉപേക്ഷിച്ച് ബന്ധുവാക്കി വരിച്ച് ശരണം പ്രാപിക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞു. അത് രാവണന് സഹിക്കാൻ കഴിയാത്ത നിലയിൽ ഏറ്റവും നീചമായ അഭിപ്രായമായി തോന്നി. അതിനാൽ വിഭീഷണനെ കർക്കശമാമണ്ണം ആക്ഷേപിച്ചുകൊണ്ടാണ് സഭയിൽ നിന്ന് പുറത്താക്കിയത്. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്നും രാവണനിൽ നിന്ന് തനിക്ക് ആപത്തുണ്ടാവുമെന്നും കരുതി അപ്പോൾ തന്നെ വിഭീഷണൻ ആകാശത്തുകൂടി വാനരപ്പാളയത്തിന് മുകളിൽ ചെന്ന് ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുകയും തനിക്ക് അഭയം തന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. കരുണാമയനായ ശ്രീരാമചന്ദ്രൻ വിഭീഷണനെ വിളിച്ചുവരുത്തി അഭയം കൊടുത്തു തന്റെ സേവകനാക്കി നിർത്തുകയും ചെയ്തു. ശുകനിൽ നിന്ന് സാമാന്യമായും വിഭീഷണനിൽ നിന്ന് പ്രത്യേകമായും ലങ്കയിലെ എല്ലാ വർത്തമാനങ്ങളും രാവണന്റെ എല്ലാ സംരംഭങ്ങളും പൂർണ്ണമായി അറിയാനും സാധിച്ചു. സേതുവിന്റെ പണി പൂർത്തിയായതോടെ എല്ലാവരും അക്കരയ്ക്ക് കടന്നു ലങ്കയിലെത്തി. പട്ടണത്തിൽ നിന്നും കോട്ടയിൽ നിന്നും വിദൂരത്ത് സമുദ്രക്കരയ്ക്കടുത്തുള്ള സുബേല പർവ്വതമെന്ന മലയുടെ താഴ്വരയിൽ പാളയമടിച്ച് സൈന്യങ്ങൾ വിശ്രമിച്ചു. അനന്തരം സന്ദേശത്തിന് അനുരൂപമായ മറുപടിയും കൊടുത്ത് ശുകനെ വിട്ടയച്ചു. ശുകന് വേണ്ടത്ര മതിയായി കഴിഞ്ഞു. പ്രാണൻ കിട്ടിയത് ഭാഗ്യമെന്ന് വിചാരിച്ച് പുറത്തു കടന്നതോടെ ഓടി. ശുകൻ ലങ്കയിൽ നിന്ന് പോന്നിട്ട് കുറേ ദിവസമായി. രാക്ഷസ ചക്രവർത്തി അന്വേഷിക്കാറുമുണ്ട് ശുകൻ വന്നുവോ എന്ന്. ഭീരുവായ അവനെ കുരങ്ങന്മാർ കൊന്നുകഴിഞ്ഞിരിക്കും. അവൻ ഇനി വരാൻ പോകുന്നില്ലെന്ന് എല്ലാവരും പറയുകയും ചെയ്തു. സാധുവായ ശുകനെ വാനരന്മാരെ കൊണ്ട് കൊല്ലിച്ചത് കഷ്ടമായെന്ന് രാവണൻ പശ്ചാത്തപിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ശുകൻ മടങ്ങിവന്നു. രാവണനെ വണങ്ങി ഉണ്ടായ വിവരങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും മരിച്ചുപോയെന്ന് കരുതിയ ശുകൻ വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഒരു വലിയ കാര്യം സാധിച്ച പോലെ ലങ്കയിലെ പൌരാവലി മുഴുവൻ സന്തോഷിച്ചു. എങ്കിലും ശുകന് അതോടെ രാജധാനിയിലെ താമസവും രാജസേവയും എല്ലാം മടുത്തു. അതിനാൽ മഹാരാജാവിനെ കോപിപ്പിച്ച് അനുവാദവും വാങ്ങി അപ്പോൾ തന്നെ നാടുവിട്ട് കാട് കയറുകയും ചെയ്തു. വാസ്തവത്തിൽ ശുകന് ഈ വക അമളികളൊന്നും പറ്റേണ്ട ആവശ്യമില്ല. അദ്ദേഹം വിജനമായ വനത്തിൽ ഏകാന്ത തപോനിഷ്ഠയിൽ സുഖമായി കഴിഞ്ഞു വന്നിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. ഏതോ ഒരു പ്രാരബ്ധം അദ്ദേഹത്തെ വലിച്ചിഴച്ച് ലങ്കയിലെത്തിച്ചു എന്നേ പറയേണ്ടു. തപസ്വിയായിരുന്ന അദ്ദേഹത്തിന് തപോനിഷ്ഠയേക്കാളും ബ്രാഹ്മണ്യത്തെക്കാളും നല്ലതാണ് രാജസേവയെന്ന് തോന്നി. രാജാവിന്റെ ഇഷ്ടനായി രാജധാനിയിൽ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ടും പരിജനങ്ങളെ ശാസിച്ചുകൊണ്ടും എല്ലാവരുടെയും ബഹുമാനത്തിന് പാത്രമായുമുള്ള ജീവിതം ഈ തപോനിഷ്ഠയേക്കാൾ എത്രയോ നല്ലതാണെന്നും രസകരമായ ആ ജീവിതത്തെ അനുഭവിക്കാതെ വിരസവും ശുഷ്കവുമായ ഈ വനജീവിതത്തിൽ തന്നെ ആയുസ് കളയുന്നത് മൂഢതയാണെന്ന് പോലും അദ്ദേഹത്തിന് തോന്നി. അതിന്റെ ഫലമായാണ് ആശ്രമത്തെയും തപോവനത്തെയും വിട്ട് അരമനയിൽ എത്തിച്ചേർന്നത്. രാജകീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങളുണ്ടെന്നൊന്നും ആ സാധു ഓർത്തിരുന്നില്ല. ഏതായാലും കുരങ്ങന്മാരുടെ ജയിലിൽ കിടക്കേണ്ടി വന്നത് രാജദൂതനായതുകൊണ്ടാണെന്നും തപസ്വിയോ ബ്രാഹ്മണനോ മാത്രമായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ലെന്നും അദ്ദേഹത്തിന് ബോധ്യമായി. ഇനിയും എന്തെല്ലാം അനർത്ഥങ്ങളാണ് ഈ രാജസേവ കൊണ്ടുണ്ടാവാൻ പോകുന്നതെന്ന് ഭയവുമായി. അതിനാൽ ഇനിയൊരു പുതിയ ആപത്ത് വന്നു ചേരുന്നതിനു മുമ്പ് ഇവിടം വിട്ടുപോകണമെന്ന് തീർച്ചപ്പെടുത്തി ആ സാധു ബ്രാഹ്മണൻ നേരെ തന്റെ തപോവനത്തിലേക്ക് തന്നെ യാത്രയായി. യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ഇരുഭാഗത്തും ഒരുപോലെ പൂർണ്ണമായി. ഇനി ആയുധപ്രയോഗം ആരംഭിക്കുകയേ വേണ്ടതുള്ളൂ. അതിനുള്ള സന്ദർഭവും കാത്ത് അക്ഷമരായിരിക്കെയാണ് ഇരുഭാഗത്തെ സൈന്യങ്ങളും. രാവണ ചക്രവർത്തി തന്റെ കോട്ടയുടെ പുരോഭാഗത്തുള്ള പർവ്വത താഴ്വരയിൽ പാളയമടിച്ച് വാനരസേനയെ നോക്കിക്കണ്ടു. സമുദ്രം പോലെ പരന്നു നിറഞ്ഞ് അവസാനമില്ലാത്ത ആ സൈന്യശേഖരത്തെ കണ്ടപ്പോൾ തന്നെ ഒന്ന് നടുങ്ങി. എങ്കിലും പിറ്റേ ദിവസം മുതൽക്ക് തന്നെ യുദ്ധമാരംഭിക്കാൻ സേനാനായകന്മാർക്ക് കൽപ്പനയും കൊടുത്തു. വാനരസൈന്യങ്ങൾക്ക് പിറ്റേ ദിവസം മുതൽ യുദ്ധമാരംഭിക്കാൻ ഭഗവാനും കൽപ്പന കൊടുത്തു. ഇരു സംഘത്തിലെ സൈന്യങ്ങളും ആഹ്ലാദഭരിതരായി പിറ്റേ ദിവസം പുലരുന്നതും നോക്കിയിരുന്നു. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മിക്കപ്പോഴും ദേവാസുരന്മാർ തമ്മിലും ഭഗവാനും അസുരന്മാരും തമ്മിലും രാജാക്കന്മാർ തമ്മിലും നടക്കുന്ന ഭയങ്കരങ്ങളായ യുദ്ധങ്ങളെ വർണ്ണിച്ചു കാണാം. പുരാണ ഇതിഹാസങ്ങൾ വേദോപനിഷത്തുക്കളുടെ താൽപര്യാർത്ഥത്തെ വെളിവാക്കിത്തരുന്ന കഥാസ്വരൂപങ്ങളായ
വ്യാഖ്യാനങ്ങളാണെന്ന് പ്രസിദ്ധമാണ്. വേദോപനിഷത്തുക്കളുടെ താൽപര്യാർത്ഥമാകട്ടെ മായാവിജയവും ആത്മബോധവുമാണ്. എന്നാൽ പിന്നെ ഈ യുദ്ധവർണ്ണനകളുടെയൊക്കെ ആവശ്യമെന്താണ്? വാസ്തവത്തിൽ സമഷ്ടി പ്രപഞ്ചത്തിൽ നടന്ന ചരിത്രയുദ്ധങ്ങളെയാണോ പുരാണങ്ങളിൽ വർണ്ണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വേദാർത്ഥങ്ങളുടെ വിശദീകരണങ്ങളെന്ന സ്ഥാനം അതിനുണ്ടാവാൻ വയ്യ. എന്നാൽ പിന്നെ യുദ്ധവർണ്ണനകളുടെ അടിയിലുള്ള തത്വമെന്താണ്? ഈ ചോദ്യം പുരാണ ഇതിഹാസങ്ങൾ വായിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും അങ്കുരിക്കുന്നുണ്ടായിരിക്കണം. മുമുക്ഷുവായ സാധകന്റെ ചിത്തത്തിൽ നടക്കുന്ന യുദ്ധത്തെയല്ലാതെ മറ്റൊരു യുദ്ധത്തെയും പുരാണങ്ങളിൽ വർണ്ണിച്ചിട്ടില്ല. ജ്ഞാനവും അജ്ഞാനവും തമ്മിലും ധർമ്മവും അധർമ്മവും തമ്മിലും ജീവനും മായയും തമ്മിലുമുള്ള യുദ്ധം തന്നെ എല്ലാ യുദ്ധങ്ങളും. അതിനെ തന്നെയാണ് പല ചമൽക്കാരത്തിലും പല സ്വരൂപത്തിലും പുരാണ ഇതിഹാസങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നതും. ചഞ്ചലമായ ചിത്തമാണ് ലങ്കയെന്നുപന്യസിക്കപ്പെട്ടതെന്ന് ആദ്യം തന്നെ പറഞ്ഞുവല്ലോ. ചിത്തമാകുന്ന ലങ്കയിലെ അധിപതികളാണ് ത്രിഗുണങ്ങൾ. അവയെ തന്നെയാണ് ഇവിടെ രാവണ കുംഭകർണ വിഭീഷണന്മാരായി പറഞ്ഞിരിക്കുന്നതും. മറ്റു രാക്ഷസന്മാരും രാക്ഷസ സ്ത്രീകളുമൊക്കെ പ്രസ്തുത ഗുണങ്ങളിൽ നിന്നുണ്ടാവുന്ന വികാരങ്ങളും വൃത്തികളും തന്നെ. സുകൃതിയായ സാധകന് പരമകൈവല്യ അനുഭൂതിക്കവയെല്ലാം തടസ്സങ്ങളാണ്. അതിനാൽ അവയെല്ലാം അവശ്യം നശിക്കേണ്ടിയിരിക്കുന്നു കൈവല്യപ്രാപ്തിക്ക്. ബാഹ്യവൃത്തിയിൽ നിന്ന് നിവർത്തിച്ച് അന്തർവൃത്തിയിൽ മുഴുകുന്നത് തന്നെ സമുദ്രലംഘനവും ലങ്കാപ്രവേശവും. അന്തർവൃത്തിയിൽ മുഴുകിയ സാധകന് ചിത്തത്തെയും ഗുണങ്ങളെയും അവയുടെ വൃത്തികളെയും വികാരങ്ങളെയും കാണാനും അറിയാനും സാധിക്കുന്നു. ക്രമേണ അവയോട് യുദ്ധം ചെയ്ത് അവയെ ഓരോന്നോരോന്നായി ജയിക്കാനും സാധിക്കുന്നു. അതിനുള്ള സാഹസികളാകട്ടെ ചഞ്ചലപ്രകൃതികളായ വാനരന്മാരുമാണ്. അതായത് അന്യോന്യ വൈരുദ്ധ്യം തോന്നിക്കുന്ന ശ്രുതിവാക്യങ്ങൾ അപുത്രസ്യ ഗതിർനാസ്തി സ്വർഗകാമോ യജേത ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേ നൈകേ അമൃതത്വമാനശുഃ കുർവന്നേവേഹ കർമാണി ജീജിവിഷയിൽ ശതം സമാ ഇത്യാദി ശ്രുതിവാക്യങ്ങളിൽ തോന്നാവുന്ന വൈരുദ്ധ്യഭാവങ്ങളെയാണ് മർക്കടന്മാരുടെ ചഞ്ചലപ്രകൃതിയായി ഉപന്യസിച്ചിരിക്കുന്നത്. അവയുടെ ചഞ്ചലത്വം കാര്യസാധ്യത്തിന് തടസ്സമാവാതിരിക്കണം. അതാത് ശ്രുതിവാക്യങ്ങളുടെ വൈരുദ്ധ്യഭാവങ്ങൾ നീങ്ങണം. വേണ്ട പോലെ അറിയപ്പെടുമ്പോൾ വൈരുദ്ധ്യം തീരും. ആചാര്യവാൻ പുരുഷോ വേദ. അറിഞ്ഞുകഴിഞ്ഞ ആചാര്യനെ സമീപിക്കുമ്പോൾ വേണ്ട പോലെ അറിയാറാവും. അപ്പോൾ വൈരുദ്ധ്യം നീങ്ങും. വൈരുദ്ധ്യം തീരുമ്പോൾ ശ്രുതിവാക്യങ്ങൾ സഹായികളായി. അവയുടെ സഹായത്തോടെ രജസ്തമസ്സുകളാകുന്ന രാവണ കുംഭകർണന്മാരെ നശിപ്പിക്കണം. അവ നശിച്ചാൽ വൃത്തികളും വികാരങ്ങളും മുഴുവൻ നശിച്ചു. രാവണനെ കൊന്നാൽ പിന്നെ രാവണ സൈന്യങ്ങളെ കൊല്ലേണ്ടതില്ല. എത്രയോ അസംഖ്യം രാക്ഷസന്മാരുണ്ടായിട്ടും ശ്രീരാമൻ രാവണനെയും കുംഭകർണനെയും മാത്രമല്ലേ കൊല്ലുന്നുള്ളൂ? അതുമതി. രജസ്തമസ്സുകളാകുന്ന രണ്ട് ഗുണങ്ങൾ നശിച്ചാൽ അതോടെ സംസാരത്തിന്റെ ഘടകങ്ങളും അല്ലെങ്കിൽ അജ്ഞാനത്തിന്റെ എല്ലാ സ്ഫുരണങ്ങളും മിക്കവാറും നശിച്ചുവെന്ന് പറയാം. പിന്നെ സത്വഗുണവും അതിന്റെ വികാരങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ. അത് പ്രാരാബ്ധ അവസാനം വരെ ആവശ്യവുമാണ്. അതാണ് വിഭീഷണനെ കൊല്ലാതെ ലങ്കയിൽ രാജാവാക്കി വാഴിച്ചതിന്റെയും താൽപര്യം. ജീവൻ ബ്രഹ്മപ്രാപ്തിക്കു വേണ്ടി ചെയ്യുന്ന സാധനാക്രമത്തെ യുദ്ധത്തിന്റെ രൂപത്തിൽ ശ്രുതി പലയിടത്തും വർണ്ണിച്ചിട്ടുണ്ട്. പ്രണവോ ധനുഃ ശരോഹ്യാത്മാ ബ്രഹ്മതല്ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേധവ്യം ശരവൽ തന്മയോ ഭവേൽ എന്നീ രൂപത്തിലുള്ള വർണ്ണനകളും നിർദ്ദേശങ്ങളും ശ്രുതിയിൽ ധാരാളമുണ്ട്. അവയെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പുരാണ ഇതിഹാസങ്ങളിൽ യുദ്ധവർണ്ണനകൾ ഉണ്ടാവാനിടവന്നത്. അതുതന്നെയാണ് ഇവിടെ രാമരാവണ യുദ്ധത്തിന്റെയും താൽപര്യം. ലങ്കയെ ചിത്തമായും ശ്രീരാമനെ മുമുക്ഷുവായ ജീവനായും രാവണ കുംഭകർണ വിഭീഷണന്മാരെ രജസ് തമസ് സത്വഗുണങ്ങളായും രാക്ഷസന്മാരെ വികാരങ്ങളായും രാക്ഷസികളെ വൃത്തികളായും വാനരന്മാരെ ശ്രുതിവാക്യങ്ങളായും സമുദ്രത്തെ ബാഹ്യപ്രപഞ്ചമായും സമുദ്രബന്ധനത്തെ തീവ്രവൈരാഗ്യമായും അസ്ത്രപ്രയോഗങ്ങളെ തത്തദുപാസനയായും കാണാൻ കഴിഞ്ഞാൽ ആത്മസാധനയല്ലാതെ മറ്റൊന്നുമല്ല രാമരാവണ യുദ്ധം. പിറ്റേന്ന് പ്രഭാതമായപ്പോഴേക്ക് ഉത്സാഹഭരിതന്മാരായ രാക്ഷസ സൈന്യവും വാനര സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞു. ലങ്കാപട്ടണത്തിന്റെ മതിലുകളും ഗോപുരങ്ങളും തല്ലിത്തകർത്തുകൊണ്ട് വാനരസേന
പട്ടണത്തിനുള്ളിൽ കടക്കാൻ തുടങ്ങി. രാക്ഷസ സൈന്യം ഭയങ്കരമാമണ്ണം പൊരുതി അവരെ ആട്ടിയകറ്റാനും തുടങ്ങി. തീക്ഷ്ണങ്ങളായ പലതരത്തിലുള്ള ആയുധങ്ങളുമുണ്ട് രാക്ഷസന്മാർക്കെങ്കിലും വലിയ കല്ലുകളും മരക്കൊമ്പുകളുമാണ് മുഖ്യ ആയുധങ്ങൾ. സൈന്യങ്ങളുടെ ഉത്സാഹവും ആവേശവും കണ്ട് രാവണ ചക്രവർത്തി തന്നെ സർവ്വായുധങ്ങളും നിറച്ച തേരിൽ കയറി യുദ്ധത്തിന് പുറപ്പെട്ടു. രാവണനെ കണ്ടപ്പോൾ ഭഗവാനും ഉത്സാഹത്തോടെ യുദ്ധത്തിനൊരുങ്ങി. ശ്രീരാമചന്ദ്രനും രാവണനും തമ്മിൽ ഏറ്റുമുട്ടി ഭയങ്കരമായ യുദ്ധം തുടങ്ങി. വൈകുന്നേരം വരെയും ഏറ്റവും ഭയങ്കരമായ യുദ്ധം നടന്നു. ദിവ്യങ്ങളും തീക്ഷ്ണങ്ങളുമായ പല ആയുധങ്ങളും അവർ അന്യോന്യം പ്രയോഗിച്ചു. വൈകുന്നേരമായപ്പോഴേക്ക് രാവണന്റെ തേരും ആയുധങ്ങളുമെല്ലാം ഛിന്ന ഭിന്നമായി. ശരീരമാത്രനായി പോർക്കളത്തിൽ ശത്രുവിന്റെ മുമ്പിൽ നിൽക്കാനും ഓടിപ്പോവാനും രണ്ടിനും വയ്യാത്ത നിലയിലായി. രാക്ഷസ ചക്രവർത്തിയുടെ ആ പരാധീന അവസ്ഥയെ കണ്ടറിഞ്ഞ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സൌഹൃദത്തോടും കൂടും വണ്ണം അരമനയിലേക്ക് പൊയ്ക്കൊള്ളുവാൻ അനുവാദം കൊടുത്തു. അങ്ങനെ ശത്രുവിന്റെ ദയാബ്ധിക്ക് പാത്രമായി. ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ലജ്ജിതനായിക്കൊണ്ടാണ് രാവണ ചക്രവർത്തി 1-ാം ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോരുന്നത്. 18 ദിവസമാണ് ഭയങ്കരമായ രാവണയുദ്ധം നടന്നതെന്ന് പറഞ്ഞുവരുന്നു. അതിൽ അനേകം രാക്ഷസന്മാരെയും രാക്ഷസ പ്രമാണികളെയും കൊന്നിട്ടുണ്ടെങ്കിലും ശ്രീരാമചന്ദ്രൻ കുംഭകർണനെയും രാവണനെയും മാത്രമാണ് കൊല്ലുന്നത്. ബാക്കിയുള്ളവരെയെല്ലാം വാനരന്മാരും ലക്ഷ്മണനും കൂടിയാണ് കൊല്ലുന്നത്. യുദ്ധമധ്യത്തിൽ ഒരിക്കൽ വാനരസേന മുഴുവൻ തന്നെയും മോഹാലസ്യപ്പെട്ട് വീഴുന്നുണ്ട്. ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മറ്റൊരിക്കൽ ലക്ഷ്മണൻ മാത്രവും മൂർച്ഛിച്ചു വീഴുന്നുണ്ട്. അതാകട്ടെ രാവണന്റെ ശക്തിയായുധമേറ്റിട്ടുമാണ്. 2 സന്ദർഭങ്ങളിലും ഹനുമാൻ ദിവ്യ ഔഷധം കൊണ്ടുവന്ന് അവരെ ഉണർത്തി ജീവിപ്പിക്കുന്നുമുണ്ട്. പ്രഥമ ദിവസത്തെ രാമരാവണ യുദ്ധത്തിനു ശേഷം അതികായൻ എന്ന രാക്ഷസ പ്രമാണിയുടെ യുദ്ധമാണ് കുറെ ഭയങ്കരമായി നടക്കുന്നത്. അതിനുശേഷം ഇന്ദ്രജിത്ത് എന്ന രാവണപുത്രനാണ് സൈന്യങ്ങളെയും നയിച്ച് യുദ്ധം നടത്തുന്നത്. ഇന്ദ്രജിത്തിനോട് എതിരിട്ട് പൊരുതുന്നത് ലക്ഷ്മണനാണ്. ഇന്ദ്രജിത്തിന്റെ യുദ്ധവും വളരെ ഭയങ്കരം തന്നെ. 12 കൊല്ലം ആഹാര നിദ്രാദി ശരീരധർമ്മങ്ങളില്ലാതെ തപോവൃത്തിയിൽ കഴിഞ്ഞ ഒരു തപസ്വിക്ക് മാത്രമേ തന്നെ കൊല്ലാൻ പറ്റൂ എന്ന വരം വാങ്ങിയവനാണ് മേഘനാഥൻ. അങ്ങനെയുള്ള തപസ്വി യുദ്ധത്തിനും കൊല്ലാനും ഒന്നും ഒരുങ്ങുകയുമില്ലല്ലോ. ലക്ഷ്മണൻ അയോധ്യയിൽ നിന്ന് കാട്ടിലേക്ക് പുറപ്പെട്ട മുതൽ ആഹാര നിദ്രാദി ശരീരധർമ്മങ്ങളെയൊക്കെ ത്യജിച്ച് രാമശുശ്രൂഷയിൽ മാത്രം കഴിഞ്ഞുവന്ന തപസ്വിയാണ്. അതാണ് ലക്ഷ്മണന് ഇന്ദ്രജിത്തിനെ കൊല്ലാൻ സാധിച്ചത് തന്നെ. ഒരിക്കൽ വാനരന്മാരെ മുഴുവൻ മോഹാലസ്യപ്പെടുത്തി വീഴ്ത്തി. വൈകുന്നേരം യുദ്ധം നിർത്തിയപ്പോൾ വാനരന്മാരൊക്കെ മൃതപ്രായന്മാരായി കിടക്കുകയാണ്. എന്തെല്ലാം ശുശ്രൂഷകൾ ചെയ്തിട്ടും ആരും ഉണരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പരിഭ്രമിച്ചു. വാനരസേനയിലെ ആരോഗ്യപാലകനായ സുഷേണൻ എന്ന വാനരന് ഭാഗ്യം കൊണ്ട് ആപത്തൊന്നും പറ്റിയിരുന്നില്ല. അദ്ദേഹം രാത്രിയിൽ എല്ലാവരെയും പരിശോധിച്ചു. സാരമായ പരിക്കുകളുണ്ടെന്ന് ബോധ്യമാവുകയും ചെയ്തു. ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്ത് ഗന്ധമാദനം എന്ന ഒരു പർവ്വതമുണ്ട്. അതിന്റെ ഒരു കൊടുമുടിയിൽ ചില പ്രത്യേക ഔഷധങ്ങളുമുണ്ട്. അവ അവിടെ മാത്രമേ ഉള്ളൂ താനും. പ്രഭാതത്തിനു മുമ്പ് അവയെ കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ എല്ലാവരും ജീവിക്കുമെന്നും ഇല്ലെങ്കിൽ എല്ലാവരും മരിക്കുമെന്നുമാണ് വാനരവൈദ്യന്റെ തീർപ്പ്. ലങ്കയിൽ നിന്ന് ഹിമാലയത്തിന്റെ വടക്കുള്ള ഗന്ധമാദന പർവ്വതത്തിലേക്ക് എത്ര ദൂരമുണ്ട്? ഒരു രാത്രി കൊണ്ട് അവിടെ പോയി മരുന്നും പറിച്ച് പ്രഭാതത്തിനു മുമ്പ് മടങ്ങിയെത്താൻ ആരെക്കൊണ്ട് കഴിയും? അതിനാൽ സുഷേണന്റെ തീർപ്പ് കേട്ടതോടെ എല്ലാവരും നിരാശരായി. എങ്കിലും വായുപുത്രനായ ഹനുമാൻ അപ്പോഴും നിരാശനാവാതെ ഉത്സാഹഭരിതനായി പ്രഭാതത്തിനു മുമ്പ് ഔഷധം എത്തിക്കാമെന്നേറ്റ് പുറപ്പെട്ടുപോയി. ഒരു ചാട്ടം കൊണ്ട് 100 യോജന സമുദ്രം ചാടിയ ആൾക്ക് 2-4 ചാട്ടം കൊണ്ട് ലങ്കയിൽ നിന്ന് ഹിമാലയത്തിലെത്താൻ എന്താണ് വിഷമം? ഏതായാലും വളരെ വേഗത്തിൽ മാരുതി ഗന്ധമാദനത്തിലെത്തി. ഔഷധങ്ങളെ തിരഞ്ഞുപിടിക്കാൻ സമയം പിടിക്കുമെന്ന് കരുതി ആ പർവ്വത ശിഖരത്തെ തന്നെ കുത്തിപ്പുഴക്കി കൈയിലെടുത്ത് ലങ്കയ്ക്ക് മടങ്ങുകയാണ് ആഞ്ജനേയൻ ചെയ്യുന്നത്. സുഷേണ വൈദ്യർക്ക് ഉദയത്തിനു മുമ്പ് ഔഷധങ്ങളെടുത്ത് ഉപയോഗപ്പെടുത്തി എല്ലാ വാനരന്മാരെയും ഉണർത്തി പിറ്റേ ദിവസത്തെ യുദ്ധത്തിന് തയ്യാറാക്കാനും കഴിഞ്ഞു. അതേ ഔഷധങ്ങൾ തന്നെ ശത്രുക്കൾക്ക് ഉപയോഗപ്പെടരുതെന്ന് കരുതിയിട്ടോ എന്തോ ആവശ്യം കഴിഞ്ഞപ്പോൾ പർവ്വത ശിഖരത്തെ എടുത്ത സ്ഥലത്ത് തന്നെ വെച്ച് പോരുകയും ചെയ്തു വായുപുത്രൻ. തലേ ദിവസം വൈകുന്നേരം യുദ്ധം നിർത്തിപ്പോവുമ്പോൾ വാനരന്മാരൊക്കെ മരിച്ചുവെന്നോർത്ത് കൃതാർത്ഥനായിപ്പോയ രാവണി
പിറ്റേന്ന് രാവിലെ പോർക്കളത്തിൽ വന്നപ്പോൾ എല്ലാ വാനരന്മാരും അണിനിരന്ന് നിൽക്കുന്നതാണ് കണ്ടത്. മരിച്ച വാനരന്മാരൊക്കെ വീണ്ടും എഴുന്നേറ്റ് വന്ന് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു. ഇങ്ങനെ മരിക്കുന്നവരൊക്കെ വീണ്ടും എഴുന്നേറ്റ് വരുമെന്ന് വന്നാൽ എങ്ങനെയാണ് ഇവരെ ജയിക്കേണ്ടതെന്നറിയാതെ മേഘനാഥൻ തന്നെ ചിന്താവിഷ്ടനായി. കയ്യൂക്കുകൊണ്ടോ പ്രത്യക്ഷ ആയുധങ്ങളെ കൊണ്ടോ ഈ ശത്രുസംഘത്തെ ജയിക്കാൻ സാധ്യമല്ലെന്ന് തോന്നി അന്ന് രാത്രി ആഭിചാര ഹോമം ചെയ്യാൻ തീർച്ചപ്പെടുത്തി. അതും വാനരന്മാർക്ക് അറിവ് കിട്ടി. പിറ്റേന്ന് പ്രഭാതത്തിൽ അവർ ഒന്നിച്ചു ചെന്ന് ഇന്ദ്രജിത്തിന്റെ ഹോമകുണ്ഡവും ഹോമവും എല്ലാം തല്ലി തകർത്ത് മേഘനാഥനെ പിടിച്ചു വലിച്ച് പുറത്തുകൊണ്ടുവന്നിട്ടു. രാവണിയുടെ ആ സംരംഭവും നഷ്ടപ്പെട്ടതിനാൽ വളരെ നിരാശനായിട്ടാണ് അന്ന് യുദ്ധത്തിന് പോർക്കളത്തിലേക്ക് പോകുന്നത്. അന്ന് വൈകുന്നേരം യുദ്ധം നിർത്താറാവുമ്പോഴേക്ക് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ കൊല്ലുകയും ചെയ്യുന്നു. നിമിഷം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടനഷ്ടങ്ങളും പുതിയ പുതിയ അത്യാഹിതങ്ങളും രാക്ഷസ ചക്രവർത്തിയെ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എല്ലാറ്റിനും ഒരു സമാധാനം ഇന്ദ്രജിത്തിൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ധീരയോദ്ധാവിന്റെ മരണവാർത്തയെയും കേൾക്കേണ്ടി വന്നത്. രാവണന്റെ എല്ലാ ആശകളും തകർന്നു. കേവലം നിരാശനും നിസ്സഹായനുമായി തീർന്നു രാക്ഷസ ചക്രവർത്തി. പിറ്റേന്ന് പോർക്കളത്തിലേക്ക് സൈന്യങ്ങളെ നയിക്കാൻ പോലും ആളില്ലാതായി തീർന്നു. പുത്രദുഃഖം കൊണ്ട് ആർത്തനായ രാവണന്റെ എല്ലാ ആശകളും തകർന്നു. അപ്പോഴും ഗാഠസുഷുപ്തിയിൽ തന്നെ മുഴുകിക്കിടക്കുന്ന കുംഭകർണനെ വിളിച്ചുണർത്തിക്കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തു. അനേകം രാക്ഷസന്മാർ കൂടി പല സാഹസങ്ങളും ചെയ്തതിന്റെ ഫലമായി കുംഭകർണനെ ഉണർത്താൻ കഴിഞ്ഞു. വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ആ മഹാത്മാവ് വേഗത്തിൽ യുദ്ധക്കളത്തിലേക്ക് പോവാനല്ല, ജ്യേഷ്ഠന് ബുദ്ധി ഉപദേശിക്കാനാണ് ഒരുങ്ങിയത്. അത് കണ്ടപ്പോൾ കലശലായ കോപം കൊണ്ട് ആവിഷ്ടനായി രാവണൻ. അതാത് സന്ദർഭത്തിൽ തന്റെ ധർമ്മം പ്രവർത്തിക്കാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും ചൂണ്ടിക്കാട്ടുകയും ഗുരുജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്യുന്ന നീചത്വത്തെയും പൌരുഷമില്ലായ്മയെയും പഴിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും കുംഭകർണനോട് വീണ്ടും നിദ്രാഗൃഹത്തിലേക്ക് തന്നെ പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞു. കുംഭകർണന് അതോടെ കാര്യത്തിന്റെയും സന്ദർഭത്തിന്റെയും ഗൌരവം മനസ്സിലായി. അപ്പോൾ തന്നെ പോർക്കളത്തിലേക്ക് യുദ്ധത്തിന് പോവുകയും ചെയ്തു. അന്ന് വൈകുന്നേരം കുംഭകർണന്റെ മരണവാർത്തയും കേൾക്കേണ്ടി വന്നു രാവണന്. പിറ്റേന്ന് മുതൽ രാവണൻ തന്നെയാണ് സൈന്യങ്ങളെ നയിക്കുന്നത്. സൈന്യങ്ങളും അധികമൊന്നും ഇല്ലെന്ന നിലയിലായി കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേക്ക്. എങ്കിലും ഉള്ള സൈന്യങ്ങളെയും കൂട്ടി തന്റെ പ്രതാപത്തിനും പൌരുഷത്തിനും ഒന്നും ഭംഗം വന്നിട്ടില്ലെന്ന ഭാവത്തെയും അഭിനയിച്ചുകൊണ്ട് പിറ്റേന്ന് പ്രഭാതത്തിൽ പോർക്കളത്തിലെത്തി യുദ്ധം തുടങ്ങി രാവണൻ. അന്ന് വൈകുന്നേരമാണ് ശക്തി ആയുധം കൊണ്ട് ലക്ഷ്മണനെ മോഹാലസ്യപ്പെടുത്തി വീഴ്ത്തിയത്. ലക്ഷ്മണനും രാവണനും തമ്മിൽ യുദ്ധമുണ്ടായിട്ടില്ല. സംഗതിവശാൽ രാവണായുധം ലക്ഷ്മണനെ ഏൽക്കേണ്ടി വരികയാണ് ചെയ്തത്. രാവണന്റെ സ്വന്തം അനുജനായ വിഭീഷണൻ ശത്രുവായ രാമചന്ദ്രന്റെ അടുത്തുനിന്ന് രാവണന്റെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ മർമ്മങ്ങളെയും രഹസ്യങ്ങളെയും ശത്രുവിന് ഉപദേശിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല കേകസീപുത്രന്. ശത്രുവിലും വലിയ ശത്രു ബന്ധുഭാവത്തിലുള്ള ശത്രുവായ വിഭീഷണനാണെന്ന് ബോധ്യമായി. അതിനാൽ രാമനെയല്ല, വിഭീഷണനെയാണ് ആദ്യം കൊല്ലേണ്ടതെന്നും തീർച്ചപ്പെടുത്തി. അതിനുവേണ്ടി വിഭീഷണന്റെ നേർക്ക് പ്രയോഗിച്ചതായിരുന്നു ശക്തിയെന്ന തീക്ഷ്ണ ആയുധം. മണ്ഡോദരിയെ വിവാഹം കഴിച്ചപ്പോൾ മണ്ഡോദരി പിതാവായ മയൻ അനേകം പദാർത്ഥങ്ങൾ സ്ത്രീധനമായി കൊടുത്ത കൂട്ടത്തിൽ കൊടുത്ത ദിവ്യായുധമാണ് ശക്തി. എവിടെയും അതിന് മടക്കമില്ല. ലക്ഷ്യത്തിൽ ചെന്ന് തറച്ച് ലക്ഷ്യത്തെ ഭേദിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള മഹായുധമാണ് വിഭീഷണന്റെ നേർക്ക് പ്രയോഗിച്ചത്. വിഭീഷണനെ ലക്ഷ്യമാക്കി വരുന്ന അപ്രതിഹതമായ ആ മഹാസ്ത്രത്തെ കണ്ട് അതിൽ നിന്ന് ദത്താഭയനായ വിഭീഷണനെ രക്ഷിക്കാൻ ചെന്നതായിരുന്നു സൗമിത്രി. അതാണ് ലക്ഷ്മണന് രാവണായുധമേൽക്കാനിടയായത്. ആയുധമേറ്റതോടെ പ്രജ്ഞയേറ്റ് ഭൂമിയിൽ പതിച്ചു സുമിത്രാപുത്രൻ. ഉടനെ വീണ ലക്ഷ്മണനെ എടുത്തുകൊണ്ടുപോവാൻ നോക്കി രാവണൻ. പക്ഷെ അത് സമ്മതിച്ചില്ല ഹനുമാൻ. രാവണനെ തട്ടി നീക്കി ലക്ഷ്മണനെയും എടുത്തുകൊണ്ട് ശിബിരത്തിലേക്ക് ഓടി ഹനുമാൻ. സമയം സന്ധ്യയായതിനാൽ അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ച് ഇരു സംഘത്തിലെ സൈന്യങ്ങളും അവരവരുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. ലക്ഷ്മണന്റെ മോഹാലസ്യം വാനര സൈന്യത്തെ മുഴുവൻ നിശ്ചേഷ്ടമാക്കി തീർത്തു. അന്തരീക്ഷം മുഴുവൻ ആകപ്പാടെ ഒരു നിരാശ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു. സൈനിക വൈദ്യനായ സുഷേണൻ ലക്ഷ്മണനെ വിദഗ്ധ പരിശോധന ചെയ്തു. ഗന്ധമാദന പർവ്വതത്തിലെ കൊടുമുടിയിലെ ഔഷധങ്ങളെ തന്നെയാണ് അപ്പോഴും അദ്ദേഹം വിധിച്ചത്.
അത് പണ്ടത്തെ മാതിരി തന്നെ ഉദയത്തിനു മുമ്പ് കിട്ടുകയും വേണം. അത് കൊണ്ടുവരാൻ പോവേണ്ടതാരെന്ന സംശയമേ ഉണ്ടായില്ല. ഒരിക്കൽ പോയി വന്ന പരിചയമുള്ള ആളാണല്ലോ വായുപുത്രൻ. മറ്റാർക്കും ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം ദൂരം പോയി വരാൻ സാധ്യവുമല്ല. അതിനാൽ ചോദ്യം കൂടാതെ തന്നെ അഞ്ജനാപുത്രൻ ഔഷധാഹരണത്തിന് പുറപ്പെട്ടു പോയി കഴിഞ്ഞു. ഇതിനിടയിൽ രസകരമായൊരു സംഭവമുണ്ടായി. രാവണൻ യുദ്ധം നിർത്തി അരമനയ്ക്ക് പോയ ഉടനെ തന്നെ 2 ചാരന്മാരെ പറഞ്ഞയച്ചു. അവർ കപടവേഷവും ധരിച്ച് ഗൂഢമായി വാനരപ്പാളയത്തിൽ പോയി അവരുടെ സംരംഭങ്ങളെല്ലാം അറിഞ്ഞുവന്നു രാവണനെ ധരിപ്പിച്ചു. ഹനുമാൻ ഔഷധാഹരണത്തിനു വേണ്ടി ഗന്ധമാദന പർവ്വതത്തിലേക്ക് പോയി കഴിഞ്ഞുവെന്നും ഔഷധവും കൊണ്ട് പ്രഭാതത്തിനു മുമ്പ് മടങ്ങിവരണമെന്നും ഇല്ലെങ്കിൽ ലക്ഷ്മണൻ മരിക്കുമെന്നും പ്രഭാതത്തിനു മുമ്പ് ഔഷധം കൊണ്ട് ആഞ്ജനേയൻ മടങ്ങിയെത്തിയാൽ ലക്ഷ്മണൻ ജീവിക്കുമെന്നും രാവണന് മനസ്സിലായി. എന്നാൽ എങ്ങനെയെങ്കിലും വഴിക്ക് കുറച്ചു സമയം ഹനുമാനെ താമസിപ്പിച്ചാൽ ലക്ഷ്മണൻ മരിക്കുമെന്നും അതോടെ ശത്രുവിന്റെ ശക്തി ക്ഷയിക്കുമെന്നും രാവണന് ബോധ്യമായി. അതിനാൽ ഉടനെ അതിനുവേണ്ടുന്ന ഏർപ്പാട് ചെയ്യാൻ തീർച്ചപ്പെടുത്തി. തന്റെ കുടുംബബന്ധത്തിൽപ്പെട്ട കാലനേമി എന്നു പേരായ ഒരു വൃദ്ധനുണ്ട്. വൃദ്ധനാണെങ്കിലും ബഹുരസികനാണ്. എന്ത് വേഷം കെട്ടാനും എന്ത് ചെയ്യാനും മടിയില്ല. വളരെ വേഗത്തിൽ കാലനേമിയുടെ ഗൃഹത്തിലേക്ക് ഓടി രാവണൻ. വളരെ നിഗൂഢമായി കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. രാവണ ചക്രവർത്തിയെ യാത്രയാക്കി കാലനേമി വായുവേഗത്തിൽ ആകാശത്തൂടെ നേരെ വടക്കോട്ട് തിരിച്ചു. വായുപുത്രനെ പോലും വേഗതയിൽ തോൽപ്പിച്ച് കാലനേമി ഹനുമാന് മുൻപേ ഹിമാലയത്തിലെത്തി. വായുപുത്രനും ആലസ്യമില്ലാതെ വടക്കോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിമാലയത്തിന്റെ കൊടുമുടികളുടെ ഇടയിൽ കൂടെ പണ്ട് താൻ പോയ മാർഗ്ഗത്തിൽ കൂടെ പോകുമ്പോൾ അവിടെ ഒരിടത്ത് പണ്ട് താൻ കണ്ടിട്ടില്ലാത്ത ഒരാശ്രമവും അവിടെ വൃദ്ധനായ ഒരു തപസ്സിയും 1-2 ശിഷ്യന്മാരുമൊക്കെ ഉള്ളതായി കണ്ടു. ആഞ്ജനേയന് ആശ്ചര്യം തോന്നി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് താൻ ഇതേ മാർഗ്ഗത്തിൽ കൂടെ വന്നതായിരുന്നു. അന്നിവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്ര വേഗം എങ്ങനെയാണ് ഇവിടെ ഒരു ആശ്രമവും മറ്റുമുണ്ടായതെന്ന് ആലോചിച്ചു. വല്ല യോഗീശ്വരന്മാരുമായിരിക്കാം. സങ്കല്പമാത്രം കൊണ്ട് എന്തും സാധിക്കുന്ന അവർക്കെന്തിനാണ് വിഷമം എന്നൊക്കെ കരുതി പിന്നീട് അതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിച്ചതുമില്ല. അസഹ്യമായ ദാഹവും ക്ഷീണവും തോന്നിയതിനാൽ കുറച്ചു വെള്ളം കുടിച്ചു പോവാമെന്ന് വെച്ച് പുതുതായി കണ്ട ആശ്രമത്തിലേക്ക് കയറിച്ചെന്നു. രാവണപ്രേരിതനായ കാലനേമിയായിരുന്നു അവിടെ ആചാര്യനായിരുന്നത്. ഹനുമാനെ ദൂരത്ത് കണ്ടപ്പോൾ തന്നെ ഓടി അടുത്തു ചെന്ന് എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്നു. വലിയ ഒരു സിദ്ധന്റെ ഭാവത്തിൽ ആഞ്ജനേയനോട് പല വർത്തമാനങ്ങളും പറയാൻ തുടങ്ങി. മൂർച്ഛിതനായ ലക്ഷ്മണനെ ഉണർത്താൻ വേണ്ടി ഔഷധത്തിന് പുറപ്പെട്ടതാണെന്നും ഗന്ധമാദന പർവ്വതത്തിലേക്ക് പോവുകയാണെന്നുമുള്ള ഹനുമാന്റെ തൽക്കാല സ്ഥിതിയെ ആദ്യം തന്റെ ദിവ്യദൃഷ്ടി കൊണ്ടറിഞ്ഞതായി വ്യക്തമാക്കി. അനന്തരം ലക്ഷ്മണന്റെ അസ്വാസ്ഥ്യമൊക്കെ തീർന്ന് എഴുന്നേറ്റുവെന്നും അതിനാൽ ഇനി പോവാൻ ബന്ധപ്പെടേണ്ടതില്ലെന്നും വിശ്രമിച്ച് സാവകാശത്തിൽ പോയാൽ മതിയെന്നും പറഞ്ഞു. വെള്ളം കുടിച്ച് ക്ഷീണം തീർത്തു കഴിഞ്ഞാൽ ഔഷധം കണ്ടുപിടിക്കാനുള്ള മന്ത്രം ഉപദേശിക്കാമെന്നും പറഞ്ഞു. നിഷ്കളങ്കനായ ആഞ്ജനേയൻ യോഗീശ്വരന്റെ വാക്കുകളിൽ കപടമുണ്ടോ എന്ന് സംശയിച്ചതേയില്ല. അതിനാൽ വളരെ ശ്രദ്ധയോടെ അടുത്തുള്ള പൊയ്കയിലേക്ക് വെള്ളം കുടിക്കാൻ പോയി. പൊയ്കയിലിറങ്ങി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ ഒരു വലിയ മുതല കാലിൽ കടിച്ചു. ക്രുദ്ധനായ വായുപുത്രൻ അതിന് ഒരു ചവിട്ടുകൊടുത്തു. മുതല പെട്ടെന്ന് ഒരു വിദ്യാധരനായി മാറി. ശാപം കൊണ്ട് മുതലയായിത്തീർന്ന ഒരു വിദ്യാധരനായിരുന്നു ആ ജലജന്തു. ഹനുമാന്റെ പാദസ്പർശമേറ്റതോടെ ശാപമോചനം വന്ന് പൂർവ്വസ്വരൂപത്തെ പ്രാപിച്ചു. ആഞ്ജനേയനെ സ്തുതിച്ച് നമസ്കരിച്ച് അനുവാദവും വാങ്ങിപ്പോവുമ്പോൾ കാലനേമിയുടെ കാപട്യത്തെയും പറഞ്ഞുകൊടുത്തു വിദ്യാധരൻ. അത് കേട്ടതോടെ ഹനുമാന്റെ കോപം ജ്വലിച്ചു. ക്രുദ്ധനായ മാരുതി മുഷ്ടി ചുരുട്ടിക്കൊണ്ട് കാലനേമിയാകുന്ന അഭിനവ യോഗീശ്വരന്റെ അടുത്തെത്തി. ദക്ഷിണ വാങ്ങി മന്ത്രോപദേശം ചെയ്യാൻ തയ്യാറായിരുന്ന ഗുരുവര്യന്റെ ശിരസിൽ മുഷ്ടിപ്രഹരമാകുന്ന ദക്ഷിണ കൊടുത്ത് യമലോകത്തേക്കെത്തിച്ച് അതിവേഗത്തിൽ ഗന്ധമാദനത്തിന്റെ കൊടുമുടിയിലേക്ക് കുതിച്ചു വായുപുത്രൻ. ദ്രോണപർവ്വതമെന്ന് പ്രസിദ്ധമായ ആ പർവ്വതശിഖരത്തെ വീണ്ടും അടിയോടെ പുഴക്കി കൈയിലെടുത്ത് ക്ഷണനേരം കൊണ്ട് ലങ്കയിലെത്തി. സുഷേണ വൈദ്യൻ അതിൽ നിന്ന് ആവശ്യമുള്ള മരുന്നുകളെ പറിച്ചെടുത്ത് നിമിഷനേരം കൊണ്ട് സുമിത്രാപുത്രന് സുബോധമുണ്ടാക്കി തീർത്തു. ലക്ഷ്മണൻ ഉണർന്നെഴുന്നേറ്റതോടെ വാനരസംഘം ഹർഷാരവം കൊണ്ട് അന്തരീക്ഷം മുഴക്കി. ഹനുമാൻ വീണ്ടും ദ്രോണപർവ്വതത്തെ യഥാസ്ഥാനത്തെത്തിക്കുകയും ചെയ്തു. രാവണൻ വളരെ സാഹസപ്പെട്ടെങ്കിലും ഉദ്ദേശം സാധിച്ചില്ലെന്ന് മാത്രമല്ല,
കാലനേമിക്ക് ആപത്ത് വന്നു ചേരുക കൂടി ചെയ്തുവെന്നറിഞ്ഞ് വളരെ പരിതപിച്ചു. പരിതപിച്ചിരുന്നതുകൊണ്ട് പ്രയോജനമില്ല. യുദ്ധത്തിന് പോവാതെ വയ്യ. മറ്റാരെയും പറഞ്ഞയക്കാനുമില്ല. പോയവരാരും മടങ്ങി വന്നില്ല. എല്ലാവരും മരിച്ചു. താൻ മാത്രമേ ബാക്കിയുള്ളൂ. തന്റെ സ്ഥിതിയും എന്താവുമോ എന്നറിഞ്ഞുകൂടാ എന്നൊക്കെ വിചാരിച്ച് നിരാശ കൊണ്ട് തപ്തനായിക്കൊണ്ട് അന്നും പോർക്കളത്തിലേക്ക് സൈന്യങ്ങളെയും നയിച്ചുപോയി. വൈകുന്നേരം വരെ ഭയങ്കരമാമണ്ണം യുദ്ധം ചെയ്തു. കൊണ്ടുപോയിടത്തോളം സൈന്യങ്ങളും ആയുധങ്ങളുമെല്ലാം നശിച്ചു. നിരാശരായിട്ടാണ് വൈകുന്നേരം പോർക്കളത്തിൽ നിന്ന് മടങ്ങിപ്പോന്നത്. അവസാനമായി ഒന്നുകൂടി പരീക്ഷിക്കാമെന്ന് തീർച്ചപ്പെടുത്തി വേഗത്തിൽ ശുക്രാചാര്യനടുക്കൽ ചെന്ന് മന്ത്രോപദേശം വാങ്ങി രാത്രിയിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു ഗുഹയ്ക്കുള്ളിലിരുന്ന് ആഭിചാരഹോമം ചെയ്യാൻ തുടങ്ങി. അതും കണ്ടുപിടിച്ചു വാനരന്മാർ. ഉടനെ അവർ നികുംഭില എന്ന് പറയുന്ന ഹോമസ്ഥലത്ത് ചെന്ന് ഗുഹയൊക്കെ കുത്തിപ്പൊളിച്ച് രാവണനെ പിടിച്ചു വലിച്ച് ഹോമകുണ്ഡം മലിനപ്പെടുത്തി. അഗ്നിയൊക്കെ തല്ലിക്കെടുത്തി. ആഭിചാരഹോമത്തെ തകർത്തു പോന്നു. അതും രാവണനെ പൂർവാധികം ഇച്ഛാഭംഗപ്പെടുത്തി. ഇനി എന്തായിട്ടും കാര്യമില്ല. എല്ലാം നശിച്ചു. താനും നശിക്കാൻ പോകുന്നുവെന്ന് ബോധ്യമായി രാവണന്. അന്നും യുദ്ധത്തിന് തയ്യാറായി. ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോവാൻ അധികമാരുമില്ല. യാത്രയയക്കാൻ പോലും ആരുമില്ലാതായി. മണ്ഡോദരിയോട് യാത്രയും പറഞ്ഞ് അന്നും പതിവ് പോലെ യുദ്ധത്തിന് പോർക്കളത്തിലെത്തി. ഉള്ള ആയുധങ്ങളെയും സൈന്യങ്ങളെയും മുഴുവൻ കൊണ്ടുപോയി. അന്നത്തേത് രാവണന്റെ അവസാന യുദ്ധമായിരുന്നു. അന്ന് വൈകുന്നേരം രാവണന് അരമനയിലേക്ക് മടങ്ങേണ്ടി വന്നില്ല. എങ്കിലും ശ്രീരാമചന്ദ്രനും വളരെയൊക്കെ സാഹസപ്പെടേണ്ടി വന്നു രാവണനെ കൊല്ലാൻ. ദേവചക്രവർത്തിയായ ഇന്ദ്രൻ തേരും ആയുധങ്ങളും അയച്ചുകൊടുത്തു. അഗസ്ത്യ മഹർഷി വന്ന് മന്ത്രോപദേശം ചെയ്തു. വിഭീഷണൻ രാവണന്റെ സകല മർമ്മങ്ങളെയും പറഞ്ഞുകൊടുത്തു. ഇത്രയൊക്കെയായിട്ടും വളരെ സാഹസപ്പെടേണ്ടി വന്നു. എങ്കിലും അവസാനം വൈകുന്നേരം ഇന്ദ്രാസ്ത്രം കൊണ്ട് മാറു പിളർന്ന് ദശകണ്ഠൻ ഭൂമിയിൽ പതിച്ചു. അതോടെ യുദ്ധവും അവസാനിച്ചു. വിഭീഷണനെ കൊണ്ട് മരിച്ചവരുടെ അനന്തരകൃത്യങ്ങളൊക്കെ ചെയ്യിച്ചു. അനന്തരം വിഭീഷണനെ രാക്ഷസ ചക്രവർത്തിയാക്കി അഭിഷേകം കഴിച്ചു. സീതാദേവിയെ അഗ്നിപരിശുദ്ധയാക്കി പരിവാരങ്ങളോടുകൂടി ഭഗവാൻ ലങ്കയിൽ നിന്ന് മടങ്ങാനുള്ള ഒരുക്കമായി. അപ്പോഴേക്ക് വനവാസത്തിന്റെ നിശ്ചിത കാലമാകുന്ന 14 കൊല്ലം അവസാനിക്കാൻ 1 or 2 ദിവസമേ ബാക്കിയുള്ളൂ. അതിനാൽ വഴിക്കെവിടെയും താമസിക്കാതെ നേരിട്ട് അയോധ്യയ്ക്ക് തന്നെ മടങ്ങാൻ തീർച്ചപ്പെടുത്തി. രാവണൻ പലരോടും പലതും തട്ടിപ്പറിച്ചു വാങ്ങിയ കൂട്ടത്തിൽ വൈശ്രവണന്റെ പുഷ്പക വിമാനവുമുണ്ടായിരുന്നു. അത് അപ്പോഴും ലങ്കയിൽ തന്നെയുണ്ട്. സദ്വൃത്തനായ വിഭീഷണന് ആരുടെയും ഒന്നും ആവശ്യമില്ല. അതിനാൽ അദ്ദേഹം പട്ടാഭിഷിക്തനും സിംഹാസനാരൂഢനുമായ ഉടനെ തന്നെ അന്യന്റെ വസ്തുക്കളെയെല്ലാം തിരിച്ചേൽപ്പിക്കാനാണ് ഒരുങ്ങിയത്. അക്കൂട്ടത്തിൽ പുഷ്പക വിമാനത്തെ വൈശ്രവണന് തിരിച്ചയക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ഭഗവാന്റെയും പരിവാരങ്ങളുടെയും യാത്രാവൃത്താന്തമറിഞ്ഞത്. എന്നാൽ അവരെല്ലാവരും വിമാനത്തിൽ കയറിപ്പൊയ്ക്കോട്ടെ എന്ന് കരുതി വിഭീഷണൻ ഭഗവാനെയും അവിടുത്തെ എല്ലാ പരിജനങ്ങളെയും വിമാനത്തിൽ കയറ്റിയിരുത്തി. ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം വിഭീഷണനും അയോധ്യയിലേക്ക് പോവാനായി അവരോടുകൂടി വിമാനത്തിൽ കയറിയിരുന്നു. ആകാശമാർഗത്തൂടെ ഓരോ സ്ഥലങ്ങളെ കണ്ടുകണ്ട് ക്രമേണ വളരെ കുറച്ചു സമയം കൊണ്ട് ഭരദ്വാജ മഹർഷിയുടെ പുണ്യാശ്രമത്തിൽ വന്നിറങ്ങി. മഹർഷിയുടെ അപേക്ഷ പ്രകാരം എല്ലാവരും അന്നവിടെ താമസിച്ചു. അന്നാണ് വനവാസത്തിന് നിശ്ചയിച്ച 14 കൊല്ലം തികയുന്ന ദിവസം. പിറ്റേന്ന് പ്രഭാതത്തിൽ ശ്രീരാമചന്ദ്രൻ എത്തിയ വിവരമറിയാത്ത പക്ഷം ഭരതൻ അഗ്നിപ്രവേശം ചെയ്തേക്കുമോ എന്നുപോലും സംശയമുണ്ട്. അതിനാൽ അങ്ങനെയുള്ള അത്യാഹിതങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അന്ന് തന്നെ നന്ദിഗ്രാമത്തിൽ പോയി ഭഗവാനും പരിവാരങ്ങളും മടങ്ങിയെത്തിയ വിവരം ഭരതനെയും ശൃംഗിവേരപുരത്തിൽ പോയി ഗുഹനെയും അറിയിക്കാനായി ഹനുമാനെ പറഞ്ഞയച്ചു. ശ്രീരാമചന്ദ്രന്റെ ആഗമന വാർത്തയറിഞ്ഞ ഭരതൻ സന്തോഷഭരിതനായി അയോധ്യയിലേക്ക് ചെന്ന് ഭഗവാനെ സ്വീകരിക്കാനും പട്ടാഭിഷേകത്തിനും വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ശ്രീരാമചന്ദ്രൻ തന്റെ ഒരുമിച്ചുള്ള എല്ലാ പരിവാരങ്ങളോടും കൂടി പുഷ്പക വിമാനത്തിൽ കയറി ഭരദ്വാജാശ്രമത്തിൽ നിന്ന് അയോധ്യയിലേക്ക് പോയി. 14 കൊല്ലങ്ങളായി പല ദുഃഖങ്ങളെയും അനുഭവിച്ച് സന്തോഷമെന്തെന്നറിയാതിരുന്ന അയോധ്യ അന്നാദ്യമായി സന്തോഷസമുദ്രത്തിൽ മുങ്ങിക്കുളിച്ചു. അനന്തരം
ശുഭമുഹൂർത്തത്തിൽ ദേവന്മാരുടെയും ഋഷികളുടെയും മനുഷ്യരുടെയും മധ്യത്തിൽ വെച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പട്ടാഭിഷിക്തനായി. ശ്രീരാമചന്ദ്രന്റെ ധർമ്മനിബദ്ധമായ ഭരണപാടവം കൊണ്ട് എല്ലാ സുഖസമാധാനങ്ങളും കോസലത്തിലെന്നു വേണ്ട ലോകത്തിലൊട്ടാകെ ഉണ്ടാവുകയും ചെയ്തു. ഇവിടെയാണ് യുദ്ധകാന്ഡം അവസാനിക്കുന്നത്. നിഗൂഢങ്ങളായ അധ്യാത്മതത്വങ്ങളെ പലതും പരോക്ഷരൂപേണ കഥാഗോളത്തിൽ സമർത്ഥമാമണ്ണം ഘടിപ്പിച്ചിട്ടുണ്ട്. തീവ്ര വൈരാഗ്യം കൊണ്ട് സംസാര നിവൃത്തിയും തത്വവിചാരം കൊണ്ട് വസ്തുബോധവും വന്ന ഒരു ഉത്തമ സാധകന്റെ സാധനാ അനുഷ്ഠാനത്തെയാണ് യുദ്ധമായി ഉപന്യസിച്ചിരിക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞുവല്ലോ. ശ്രുതിവാക്യങ്ങളാകുന്ന വാനരന്മാരുടെ സഹായത്തിൽ കൂടെ ബ്രഹ്മവിദ്യയാകുന്ന സീതയെ ഒളിപ്പിച്ച ശത്രുക്കളെ കണ്ടുപിടിച്ച് അവരെ ജയിക്കലാണല്ലോ സാധിക്കേണ്ടിയിരുന്നത്. അതുതന്നെ യുദ്ധവും. രജോഗുണവും തമോഗുണവുമാകുന്ന മായാസ്വരൂപങ്ങൾ തന്നെ ശത്രുക്കൾ. അവയെത്തന്നെയാണ് രാവണനും കുംഭകർണനുമായും പറഞ്ഞിരിക്കുന്നത്. രജസ്തമസ്സുകൾക്ക് അനവധി സ്വരൂപങ്ങളുണ്ട്, അല്ലെങ്കിൽ അനേകം സംസ്കാരങ്ങൾ അവയിൽ നിന്ന് പൊന്തുന്നുണ്ട്. അവയെത്തന്നെയാണ് രാക്ഷസന്മാരായും മറ്റും ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ പ്രസ്തുത ഗുണങ്ങളെ നശിപ്പിച്ചാൽ പിന്നെ മറ്റു സംസ്കാരങ്ങളൊന്നും ബാക്കിയാവുന്നില്ല. രാവണ കുംഭകർണന്മാരെ നശിപ്പിച്ചാൽ യുദ്ധം തന്നെ അവസാനിച്ചു. പിന്നെ മറ്റൊരു ശത്രു തന്നെയില്ല. അപ്പോൾ സാധകന് തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സം ചെയ്യുന്ന ശത്രുക്കൾ ഗുണങ്ങൾ തന്നെ. അവയുടെ വിജയം തന്നെ സാധനയുടെയും വിജയം. എന്നാൽ പ്രതിബന്ധബഹുളമായ സംസാരത്തിൽ നിന്ന് നിവൃത്താനാണ് സാധകൻ എന്നിരുന്നാലും ശരീരമുള്ളയിടത്തോളം കാലം പല പ്രതിബന്ധങ്ങളും ഉണ്ടാവാം. അവയ്ക്കൊക്കെ അപ്പപ്പോൾ തന്നെ നിവൃത്തിയും ചെയ്യണം. അതാണ് യുദ്ധമധ്യത്തിലെ മോഹാലസ്യവും ഔഷധാഹരണവുമൊക്കെ. ഏതായാലും പ്രതിബന്ധങ്ങൾ നീങ്ങി ബ്രഹ്മവിദ്യ പ്രകാശിച്ചാൽ, രാവണാദികളെ കൊന്ന് സീതയെ പ്രാപിച്ചാൽ അധ്യാത്മജ്ഞാന സാമ്രാജ്യത്തിൽ അഭിഷിക്തനായി.